ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഴയ സാരി വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ തന്നെ കുഞ്ഞൊരു ലൈക്ക് കൂടി തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ സാരിയുടെ മുന്താണി വന്നിട്ട് ഈ ഒരു ഭാഗമാണ് കേട്ടോ വരുന്നത്. ഒരു യെല്ലോ ആണ് കേട്ടോ നമുക്ക് ഷെയ്ഡ് വരുന്നത്. പിന്നെ മറ്റേത് റെഡാണ്. റെഡ് ആൻഡ് യെല്ലോ മിക്സിംഗ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഇതിനകത്ത് സൈഡിൽ കുറച്ച് ഡോട്ട്സ് പോലെയുണ്ട് കേട്ടോ. പല്ലുവിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ഭാഗത്ത് ഗോൾഡൻ ഡോട്ട്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പ്ലെയിൻ ആണ്, ഉൾ സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഐഡിയ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ലൈനിങ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമ്മളിതിനകത്ത് ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പോളിസ്റ്ററിൻ്റെ ലൈനിങ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ലൈനിങ് എടുത്തിരിക്കുന്നത് 3 മീറ്റർ 30 പോയിൻ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഇനി കിടക്കുന്നത് കേട്ടോ. കണ്ടോ? അപ്പോൾ അങ്ങനെ 3 മീറ്ററും അതുപോലെ 30 പോയിൻറ്റും കൂടി ഉണ്ട് ഈ മെറ്റീരിയൽ ലൈനിങ് ആയിട്ട് എടുത്തത്. പാവാടയ്ക്കും അതുപോലെ തന്നെ ബ്ലൗസിനും വേണ്ടിയിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. ഇതിനിപ്പോൾ ലൈനിങ് ശരിക്കും പറഞ്ഞാൽ നിഴലടിച്ച് കാണുന്നത് കൊണ്ടല്ല നമ്മളിത് ലൈനിങ് യൂസ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നിഴലടിച്ച് കാണുന്ന മെറ്റീരിയലല്ല, പക്ഷെ വളരെയധികം സോഫ്റ്റായ സാരിയാണ് കേട്ടോ. അങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന ഒരു ഫീല് വരും നമുക്ക് ആ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ലൈനിങ് യൂസ് ചെയ്യുന്നത്. കുറച്ച് സ്റ്റിഫായി നിൽക്കും പോളിസ്റ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ നമ്മൾ ഈ ഒരു ക്യാൻവാസിൽ നമ്മൾ പാറ്റേൺ വരച്ച് വെച്ചിട്ടുണ്ട്, ഈ സ്ലീവും വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാറ്റേൺ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഡീറ്റെയിലായിട്ട് മെഷർമെൻറ്റ്സ് എടുക്കുന്നത് എങ്ങനെയാണ് തയ്ക്കുക, ചാർട്ട് പേപ്പർ വെച്ചിട്ട് നമുക്ക് എപ്പോൾ ആവശ്യം വന്നാലും ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ചാർട്ട് പേപ്പർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വ്യക്തിക്കാണ് നമ്മളത് ഈ ഒരു പാവാടയും ബ്ലൗസും പട്ടുപാവാടയും ബ്ലൗസായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ബ്ലൗസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിനകത്ത് വേണ്ടുന്ന ഇറക്കുന്നത് പറഞ്ഞ് 16 ഇഞ്ചാണ്. 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ചാർട്ട് പേപ്പറിലുള്ളത് നമുക്ക് 17 ഇഞ്ചാണുള്ളത്. അപ്പോൾ 17.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യം കൂടി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാർട്ട് പേപ്പർ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് 16 ഇഞ്ചസാണ് വേണ്ടത്. പ്ലസ് നമ്മൾ 1.5 ഇഞ്ചസ് ആഡ് ചെയ്യണം. മുകളിൽ ഷോൾഡർ 1/2 ഇഞ്ചസ് പിടുത്തം വരും, താഴെ ഭാഗം 1 ഇഞ്ച് പിടുത്തം വരും. അപ്പം മടക്കി അടിക്കാനായിട്ട് അങ്ങനെ മൊത്തം 1.5 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് തന്നെ എടുത്തിട്ട് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ചെയ്യാം, പക്ഷേ ഏറ്റവും താഴെ നിന്ന് എടുക്കാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തുണി നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും, ബാലൻസ് നല്ല രീതിയിൽ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ചെയ്യുന്ന രീതിയാകുമ്പോൾ താഴെ ഭാഗത്ത് നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി കംഫർട്ട്. അതുകൊണ്ട് അങ്ങനെ എടുത്താൽ കേട്ടോ. അല്ലാത്ത രീതിയിലും എടുക്കാവുന്നതാണ്. ചുരിദാറിന് നോർമലി എടുക്കുന്നത് പോലെ വണ്ണെടുത്ത് മടക്കി ഇറക്കെടുത്ത് മടക്കി നല്ല രീതിയിൽ ചെയ്യാവുന്നതാണ്. ആ രീതിക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ഇതിൻ്റെ താഴേന്ന് നമ്മളിത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിന് വേണ്ടത് എക്സ്ട്രാ വേണം. ഇപ്പോൾ ഇതിൻ്റെ താഴെ ഒരു 1/2 ഇഞ്ചും കൂടിയും വേണ്ടതുണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് വേണ്ടതായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം ഒപ്പം വയ്ക്കാനായിട്ട് അത് ഒരു കുറച്ച് ഭാഗം കയറി ഇറങ്ങി പോയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ആദ്യം കറക്റ്റ് ചെയ്ത ശേഷം താഴെ ഭാഗം കറക്റ്റ് ചെയ്ത ശേഷം ഒപ്പാക്കിയ ശേഷം വേണം നമ്മളത് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം താഴെ ഭാഗം കട്ട് ചെയ്ത് കളയാനുള്ള ഭാഗമാണ്. പിന്നെ നമ്മൾ ആ ചാർട്ട് പേപ്പർ കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ചസും കൂടി എക്സ്ട്രാ വേണമല്ലോ നമുക്ക്, നമ്മുടെ അളവിൻ്റെ ആവശ്യത്തിനുള്ളത് നമുക്ക് വേണം. അപ്പോൾ ഈ ഒരു ചാർട്ട് പേപ്പർ 17 ഇഞ്ച് വരെയുള്ളൂ. അപ്പോൾ ഒരു 1/2 ഇഞ്ചസും കൂടി എക്സ്ട്രാ എടുത്തു കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സെയിം അതങ്ങനെ മുകളിൽ പാറ്റേൺ വരച്ചെടുക്കുക ചെയ്യണത്. ചോക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് വരച്ചെടുക്കുക. ഇത് ചാർട്ട് പേപ്പർ അത്യാവശ്യം കട്ടിയുള്ള ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് തന്നെ വെച്ച് വരയ്ക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വരച്ചെടുക്കാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ. പിന്നെ ആദ്യം നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്ന രീതിയിലുള്ള ബാക്കിലത്തെ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ശേഷമാണ് നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ എന്താ പറയുക കുഴിച്ച് വെട്ടുന്ന രീതിയിൽ എടുക്കേണ്ടതുള്ളൂ കേട്ടോ. ഫ്രണ്ട് പാർട്ടിലേക്ക് വരുന്ന മാത്രം ക്ലോത്ത് മാത്രം വെച്ചിട്ട് നമുക്കത് കുഴിച്ച് വെട്ടിയെടുക്കാവുന്നതാണ്. ആ രീതിയിൽ നമ്മളിതിങ്ങനെ പാറ്റേൺ വരച്ചിട്ടെടുക്കട്ടെ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേപ്പിൻ്റെ ഭാഗത്ത് ആ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തണം. അതുപോലെ തന്നെ നമുക്ക് കൈക്കുഴി ഭാഗം വണ്ണത്തിന് നല്ലൊരു ഭാഗം എവിടെ വന്നിക്കണമെന്ന് വെച്ചാൽ ആ പോയിൻ്റ് അടയാളപ്പെടുത്തണം. അതുപോലെ നമുക്ക് ടക്സും അടയാളപ്പെടുത്തണം, സ്റ്റാർട്ടിങ് പോയിൻ്റ് അടയാളപ്പെടുത്തണം. പിന്നെ ബ്ലൗസിന് നമ്മൾ ടക്സ് എടുക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് വന്ന അതേ പോയിൻ്റ് സ്റ്റാർട്ടിങ്ങിലല്ല നമ്മൾ ബാക്കിലോട്ട് എടുക്കണം. അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. ആ രീതിക്കാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബാക്കിലോട്ട് ഇത് ഫ്രണ്ടിലോട്ട് നമ്മൾ ഇതുപോലെ തന്നെ എടുക്കും. ഇങ്ങനെ ജസ്റ്റ് ഇത് വെച്ചിട്ട് ചെയ്യുന്നു.
ഇങ്ങനെ ആ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ആ പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കേട്ടോ. അതിന് ശേഷം നമുക്ക് താഴേക്കുള്ള അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴത്തുനിന്ന് നമുക്ക് സ്ലിറ്റ് വെക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആണെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞാൽ സ്ലിറ്റ് വെക്കുകയാണെങ്കിൽ സ്ലിറ്റ് വെക്കണേക്കാട്ടിലും ഒരു സ്വല്പം മുകളിലോട്ട് നിന്നിട്ട് വേണം നമുക്ക് ഈ ടക്കിൻ്റെ ഒരു അടയാളം താഴത്ത് ടക്കിൻ്റെ ലെങ്ത്ത് താഴെ ഭാഗത്ത് എത്തുന്നത് അടയാളപ്പെടുത്താനായിട്ട്. അതായത് സ്ലിറ്റ് സ്റ്റാർട്ടിങ് വരുന്നേക്കാട്ടിലും ഒരു ഇഞ്ചോ 1.5 ഇഞ്ചോ മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ കേട്ടോ. അപ്പം ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച് അതിനനുസരിച്ച് അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക്. ടക്കിനേക്കാട്ടിലും ഒരു ഇഞ്ചിനേക്കാട്ടിലും മുകളിൽ നിൽക്കുമ്പോഴാണ് അതിന് ആ ഒരു ടക്ക് ഇടുന്നതിൽ ഒരു പെർഫെക്ഷൻ വരുള്ളൂ കേട്ടോ. അതൊരു ടിപ്പാണ്. പിന്നെ ഈ സൈഡിൽ ടക്സൊക്കെ ഇടുമ്പോൾ അതിന് ടക്സ് ഒരു മിനിമം വരുന്ന രീതിയിൽ വെക്കുന്നുള്ളൂ. ഇതിപ്പോൾ അധികം ലെങ്ത്ത് ഇറക്കമുള്ള പോലത്തെ ബ്ലൗസല്ല, ഇത്തിരി ഇറക്കം കുറവുള്ള പോലത്തെ ഒരു ബ്ലൗസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് സൈഡിലുള്ള സ്ലിറ്റ് നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. ലെങ്ത്ത് കൂടുതലുള്ള ബ്ലൗസാണെങ്കിൽ അതിനനുസരിച്ച് സൈഡിൻ്റെ സ്ലിറ്റിൻ്റെ ആ ഒരു ലെങ്ത്ത് അതിനനുസരിച്ച് കൂടുതലായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ടക്ക് എടുക്കുമ്പോൾ ഫ്രണ്ടിൽ ടക്ക് എടുക്കുന്നത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ടക്ക് എടുക്കുമ്പോൾ ബാക്കിൽ എടുക്കുന്നതിൽ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ എടുക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നല്ല പെർഫെക്ഷൻ കിട്ടും. അതായത് ബാക്കിൽ ഒരു അര ഇഞ്ച് ഒരു 3/4 ഇഞ്ചോളം മാക്സിമം ഒരു 3/4 ഇഞ്ച് കേട്ടോ. ഒരു ഹൈറ്റ് അനുസരിച്ച് ചെയ്യണം. അര ഇഞ്ചാണ് മിനിമം എടുക്കേണ്ടത്. താഴത്തേക്ക് ഒരു ഇറക്കിയിട്ടാണ് ബാക്കിൽ ടക്ക് സ്റ്റാർട്ടിങ് പോയിൻ്റ് എടുക്കേണ്ടത് കേട്ടോ. അതൊരു പ്രധാന ടിപ്പാണ്. അങ്ങനെ എടുക്കുമ്പോഴാണ് അതിനൊരു പെർഫെക്ഷൻ കൂടുതൽ കിട്ടുന്നത് കേട്ടോ ബ്ലൗസിനൊക്കെ. ഇങ്ങനെ താഴെ ഭാഗം നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും തയ്ക്കാൻ ഇഷ്ടമാണ്, സ്വന്തം ഡ്രസ്സ് തയ്ക്കാൻ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഔട്ട്സൈഡേഴ്സിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് കാര്യങ്ങളും ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ തന്നെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഡൗട്ട്സൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. ഇനി ഈ ഭാഗത്ത് നമ്മൾ സ്ലിറ്റ് എടുക്കുമ്പോൾ നമുക്ക് താഴെ 1 ഇഞ്ച് മടക്കി തയ്ക്കുമ്പോൾ ആ ഒരു ലെങ്ത്ത് കുറയും. അതിന് കണക്കാക്കിക്കൊണ്ട് വേണം സ്ലിറ്റിൻ്റെ ആ ഒരു മീഡിയം ഒരു അളവ് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2.5 ഇഞ്ച് ലെങ്ത്താണ് നമുക്കത് കിട്ടുള്ളൂ. പിന്നെ ഇവിടോട്ട് നമ്മൾ ഷേപ്പ് കൊടുക്കേണ്ടത് ആ പോയിൻ്റ് ചെയ്ത് നമുക്ക് നിർത്തിയിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് തയ്ച്ച് നിർത്തേണ്ടുന്ന ആ പോയിൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1 ഇഞ്ച് ആ ഒരു വീതിയിലേക്ക് നമ്മൾ എടുത്താൽ മതി കേട്ടോ. ആ ഒരു പോയിൻറ്റിൽ അവിടെ നമ്മൾ കെട്ടിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത് സ്ലിറ്റ് ഇടാനായിട്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു സ്ലിറ്റ് സ്റ്റാർട്ടിങ് വരുന്നില്ലേ, ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു സ്വല്പം മുകളിലോട്ട് കയറിയിട്ട് വേണം നമുക്ക് ഒരു ഫ്രണ്ടിലെ ടക്സിന് ഒരു ഷേപ്പ് അടയാളപ്പെടുത്താൻ. ഇപ്പം നമ്മൾ സ്ലിറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക വൈഡ് നമ്മൾ വീതി എത്രയാണ് എടുക്കുന്നത് ആ ഒരു ഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തുകയാണ്. ഇവിടെയാണ് സ്റ്റാർട്ടിങ് പോയിന്റിനും താഴെ ഭാഗത്ത് 1 ഇഞ്ച് വീതിയിലാണ് നമ്മളത് സ്ലിറ്റ് മടക്കി തയ്ക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു അടയാളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് ക്യാൻവാസ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ക്യാൻവാസ് നമുക്ക് പേപ്പർ ക്യാൻവാസിന് യൂസ് ചെയ്യാം, തുണി ക്യാൻവാസിന് യൂസ് ചെയ്യാം. പേപ്പർ ക്യാൻവാസിനാണെങ്കിൽ റേറ്റ് കുറവാണ്, മീറ്ററിന് ഒരു 20 രൂപയ്ക്ക് വെള്ളം. ക്ലോത്തിൻ്റെ ക്യാൻവാസ് ആണെങ്കിൽ 120, 140 പല റേറ്റിലുള്ളതുണ്ട് കേട്ടോ. ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതുമായിട്ട് വരുന്നുണ്ട് നമ്മുടെ ക്ലോത്തിൻ്റെ ക്യാൻവാസിൽ. അതിൽ ചുരിദാറിൻ്റെ ക്യാൻവാസും ഉണ്ട്, അതുപോലെ ഷർട്ടിങ്ങിൻ്റെ ക്യാൻവാസും ഉണ്ട്. അത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഷർട്ടിങ്ങിൻ്റെ ക്യാൻവാസ് കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതലായിരിക്കും, ഇത്തിരി കൂടി നല്ല ടൈപ്പായിരിക്കും കേട്ടോ. നല്ലവണ്ണം പശയൊക്കെ നല്ലവണ്ണം പെട്ടെന്ന് ഒട്ടി പിടിക്കുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. ചുരിദാറിൻ്റെ ക്യാൻവാസിന് ഒരു ഇത്തിരി ക്വാളിറ്റി കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ പേപ്പർ ക്യാൻവാസ് മതി, ഒരു സിമ്പിളായിട്ട് മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പേപ്പർ ക്യാൻവാസ് 20 രൂപയൊക്കെ വരുള്ളൂ. അപ്പോൾ അത് അങ്ങനെ രീതിയിൽ മേടിക്കാവുന്നതാണ് കേട്ടോ. പേപ്പർ ക്യാൻവാസിനാകുമ്പോൾ ഒരു ഫോട്ടോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാലും അതിൻ്റെ പശയൊന്നും അത്രമാത്രം ഒരു ക്വാളിറ്റി ഇല്ലാത്ത പശയായതുകൊണ്ട് തന്നെ പലപ്പോഴും പല ഭാഗം നമ്മൾ അയൺ ചെയ്താലും അത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ചില ഭാഗങ്ങൾ ഇങ്ങനെ അടർന്ന് നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. സൈഡ് ഫുള്ളൊന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്യേണ്ടി വരും. പേപ്പർ ക്യാൻവാസ് ആകുമ്പോൾ ചില ഭാഗത്തൊന്നും ഒട്ടി പിടിക്കാൻ സാധ്യത കുറവാണ്, കൂടുതലും അങ്ങനെയാണ് വരാറ്. അതുകൊണ്ട് ക്ലോത്തിൻ്റെ ക്യാൻവാസ് നല്ല ടൈപ്പ് ഡ്രസ്സുകളൊക്കെ തയ്ക്കുകയാണെങ്കിൽ ക്ലോത്തിൻ്റെ ക്യാൻവാസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അധികം നല്ലതല്ലാത്ത കുറച്ച് നാളൊക്കെ യൂസ് ചെയ്താൽ മതി എന്നുള്ളതൊക്കെയാണെന്ന് വെച്ചാൽ പേപ്പർ ക്യാൻവാസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ.
അപ്പോൾ നമ്മൾ ടക്സ് അടയാളപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ നമ്മൾ ഒന്ന് വരച്ചു. 2 സൈഡിലോട്ട് ഒരു 4 ഇഞ്ച് വീതം നമ്മൾ എടുത്തു. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തു. ഇനി ഫ്രണ്ടിലോട്ട് മാത്രം നമ്മൾ ഫ്രണ്ടിൻ്റെ ഭാഗം മാത്രമായിട്ട് കവർ ചെയ്തിട്ട് ആം ഹോൾ കുഴിച്ച് കെട്ടുന്നത് നമ്മൾ വരച്ചെടുത്തു. എന്നിട്ട് അതും കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് അതേപോലെ തന്നെ ബാക്ക് പാർട്ടിൽ എടുക്കുമ്പോൾ ഇതേപോലെ ചെയ്യേണ്ടത് ഒരു 1/2 ഇഞ്ചോളം നമ്മൾ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഇറക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഭംഗി കൂടി. ഇപ്പോൾ നമ്മുടെ ലെങ്ത് എത്രയാണോ വന്നിട്ടുള്ളത് 7.25 വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി എടുക്കുന്നത് 8.25 നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ഇവിടെ നിന്ന് ഒരു 4.5 വരുന്നുണ്ട്, ഒരു വൈഡ് വരുന്നത് എടുത്തിരിക്കുന്നത്. പാട്ടുപാടും ബ്ലൗസിന് കുറച്ച് ഇങ്ങനത്തെ ഒരു വൈഡ് കുറച്ച് കൂടുതൽ എടുക്കുന്നതായിരിക്കും നല്ല. സൈഡിലോട്ട് കുറവ് മതി വീതി, അതായിരിക്കും കുറച്ചും കൂടി ഭംഗി കൂടുക കേട്ടോ. പാട്ടുപാടും ബ്ലൗസിന് ഏറ്റവും കൂടുതൽ ഭംഗി തോന്നിക്കുക. ഇതിപ്പോൾ ഒരു 4-4.5 എടുക്കുന്നത് ബ്ലൗസിന് നല്ല ഭംഗിയാണ്. 3.5 എടുക്കണേക്കാട്ടിലും നല്ലത് പട്ടുപാവാട ബ്ലൗസിനാണ് കേട്ടോ. ഞാൻ ചുരിദാറിൻ്റെ കാര്യത്തിലല്ല പറഞ്ഞത്. പട്ടുപാവാട ബ്ലൗസിനൊക്കെ ഒരു 4-4 മുകളിൽ 4.5 അത്രയൊക്കെ എടുക്കുമ്പോഴൊക്കെയാണ് കൂടുതലായാലും ആ ടക്സിന് പെർഫെക്ഷൻ ഭംഗിയൊക്കെ കൂടുതൽ, ഷേപ്പും കൂടുതൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്ലിറ്റ് വരണേക്കാളും സ്വല്പം മുകളിലോട്ട് ഒരു പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനേക്കാളും സ്വല്പം മുകളിലോട്ടാക്കിയിട്ട് നമുക്കിപ്പോൾ ആ ഉള്ള വീതിക്ക് അനുസരിച്ച് നമുക്കതിനകത്ത് എടുക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മൾ ഒരു പോയിൻ്റ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്റർ ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു ഐഡിയ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഈ ടക്സൊക്കെ സ്റ്റാർട്ടിങ് പോയിൻ്റ് നമുക്ക് നല്ല രീതിയിൽ നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ ആണ്, ഒരു ടിപ്പാണ് കേട്ടോ. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു കഷ്ണമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പേപ്പർ എടുക്കുക, ജസ്റ്റ് ഒന്ന് കുറച്ച് ദൂരം സ്റ്റിച്ച് ചെയ്യുക. എന്ന ശേഷം നമ്മൾ അതങ്ങനെ ആ സ്റ്റിച്ച് ചെയ്യുന്നത് കുറച്ചും കൂടി റണ്ണിങ് കുറച്ചും കൂടി നീക്കിയതിന് ശേഷം തയ്ച്ചങ്ങോട്ട് പോവുക. ഫൂട്ട് താഴ്ത്തിയിട്ട് തന്നെ നമ്മൾ സാധാരണ നോർമൽ സ്റ്റിച്ച് പോലെ അങ്ങനെ തയ്ച്ചങ്ങോട്ട് പോവുക. അപ്പോൾ നമുക്ക് നമ്മുടെ നൂലങ്ങനെ കെട്ടി പിടിച്ച് കിടക്കുന്നുണ്ടാവില്ലേ ഫുള്ളായിട്ട് അറ്റം വരെ. അപ്പോൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ വരണം. എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എന്നിട്ട് നമ്മുടെ ഈ ഒരു ടക്ക് സ്റ്റാർട്ടിങ് പോയിൻ്റായിട്ട് എടുത്ത് വയ്ക്കുക. അതായത് നമ്മളിപ്പോൾ നൂല് ഇപ്പോൾ ആദ്യമായിട്ട് ബോബിൻ കേസിൽ നൂലിടലും അതുപോലെ നമ്മൾക്ക് ആ സാധാരണ രീതിയിൽ നൂല് കോർക്കലും ചെയ്ത് കഴിഞ്ഞ ശേഷം ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കെട്ടിട്ട് തയ്ക്കേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് കെട്ടിടാണ്ട് തയ്ക്കാം. കെട്ടിടാണ്ട് തയ്ക്കുന്നതാണ് ശരിക്കും ടക്കിന് ഏറ്റവും പെർഫെക്റ്റ് ഉള്ളത് കേട്ടോ. സ്റ്റാർട്ടിങ് പോയിന്റിലും എൻഡിങ് പോയിന്റിലും കെട്ടിടരുത്. ടക്ക് ഇടുമ്പോൾ അവിടെ നമുക്ക് ഒരു ഹോൾസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഹോൾസ് വരുമ്പോൾ നമ്മുടെ ബ്ലൗസിന് ഭംഗി ഉണ്ടാവില്ല. മാത്രമല്ല അത് പെട്ടെന്ന് കേട് വരികയും ചെയ്യും, ലോങ് ലാസ്റ്റിങ് ആവുകയും ചെയ്യില്ല. അപ്പോൾ ഇതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാണിയിട്ടും ചെറുതാക്കി ഇടുകയും ചെയ്യണം, ഷേപ്പ് നല്ല വൃത്തിക്ക് കിട്ടാനായിട്ട്. മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ ന്യൂസ് പേപ്പർ എടുക്കുക കേട്ടോ. ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇപ്പോൾ ഈ കട്ട് പീസ് ഇപ്പോൾ കട്ട് ചെയ്ത് കളയണതിൻ്റെ ഒരു ഭാഗത്തിന് ഒരു ചെറിയൊരു കഷ്ണം വെച്ച് കുറച്ച് ദൂരം നമ്മൾ തയ്ക്കാം. അതിനുശേഷം ആ തുണി ക്ലോത്ത് മാറ്റിയ ശേഷം വെറുതെ റണ്ണിങ് ആയിട്ട് വെറുതെ ഒന്ന് തയ്ച്ചിടുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും കെട്ടിടാണ്ട ചെയ്യാവുന്ന ഒരു ഐഡിയ എന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ആ പർപ്പസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് ഇനി നമ്മൾ ബ്ലൗസിന് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ലൈനിങ് ബ്ലൗസാണ് നമ്മൾ ചെയ്യുന്നതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡിസൈൻ വരുന്ന ചെറിയ ഡോട്ട്സ് പോലെയാണ് വരുന്നത്. നമ്മളിതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉൾസൈഡാണ് വെക്കേണ്ടത് കേട്ടോ. ഇത് നമ്മൾ നല്ല വശമാണ് സാരിയുടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇട്ടിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഇത് ഡിസൈൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ പോയിൻ്റ് ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്രണ്ട് പാർട്ടിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ പൊട്ടവശം വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ചോക്ക് കൊണ്ടൊക്കെ വരയ്ക്കാനായിട്ട്. നമുക്ക് ആ ഡിസൈൻ സെൻറ്ററിലോട്ട് വരുന്ന രീതിയിലാണ് ലൈനിങ് മെറ്റീരിയൽ നമ്മൾ സെൻറ്ററായിട്ട് കാണിച്ചത്. ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ബാക്ക് അടിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സെൻറ്ററിലേക്കാണ് ശരിക്കും ആ ഒരു ലൈൻ അതായത് ആ കുഞ്ഞു ഡോട്ട്സിൽ വരുന്നില്ല, ആ ഒരു ഡിസൈൻ വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് ഇപ്പുറത്തെ സൈഡിലേക്കും ഈക്വൽ ആയിട്ടാണ് നമ്മുടെ ആ ഡിസൈൻ വന്ന് നിൽക്കുന്നത്. ആ ഒരു പെർഫെക്ഷൻ കിട്ടാനാണ്. പിന്നെ നമ്മൾക്ക് ലൈനിങ് ഇട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഔട്ടർ ഒരു 1/2 ഇഞ്ചസ് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചസ് നമ്മൾ മാറ്റിയിട്ടാൽ മതി. ഇത്രയും നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ അത് പക്ഷേ നമ്മൾ ലെങ്ത്ത് ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ലെങ്ത്തിൽ നമ്മളങ്ങനെ ഇറക്കം കൂട്ടേണ്ട ആവശ്യമില്ല. ശരിക്കും ഒരു 1/4 ഇഞ്ചൊക്കെ കൂട്ടിയാൽ മതി. സ്റ്റാർട്ടിങ് ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നതിൽ മിസ്സിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഒരു 1/2 ഇഞ്ചസ് ഇട്ടിട്ട് തയ്ച്ചോളൂ. കാരണം ചില സൈഡൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുമ്പോൾ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചൊന്നും തയ്ക്കില്ല സ്റ്റാർട്ടിങ് ചെയ്യുന്നതൊക്കെ.
ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർ ചിലപ്പോൾ ഇതിനകത്ത് ഒട്ടും എന്താ പറയുക ലൈനിങ് മെറ്റീരിയലിനും ലൈനിങ് ഇട്ട് ചെയ്യുന്നതിന് ഒട്ടും ഇങ്ങനെ തയ്യൽ തുമ്പ് ഇടാണ്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് ആ ഒരു ആംഹോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് തയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡ് ഒന്നങ്ങോട്ട് കയറി കുറയുക, അങ്ങനെ ആ ഒരു സംഭവം വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. ശരിക്കും ഏറ്റവും കൂടുതൽ ആ ആംഹോളിൻ്റെ സൈഡാണ് ഏറ്റവും കൂടുതൽ. ആ സ്ലീവിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് കാണിക്കുക. അതുകൊണ്ട് ആ ഭാഗത്ത് സ്വല്പം കൂടുതൽ ഇട്ടിട്ട് ചെയ്യുക. തുണി ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, അല്ലെങ്കിൽ 1/4 ഇഞ്ചസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചസ് എടുക്കുക, അത്രേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ നമ്മളത് സെൻറ്റർ കട്ട് ചെയ്യാണ് കേട്ടോ. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇങ്ങനെ നമ്മൾ നിവർത്തിയിട്ടിട്ടാണല്ലോ ഡിസൈൻ കിട്ടുന്ന പാറ്റേൺ, അത് നല്ല രീതിയിൽ വരുന്ന രീതിക്കാണ് നമുക്ക് വരുന്ന രീതിക്കാണ് മെയിനായിട്ട് നോക്കിയിട്ടാണ് നമ്മളത് കട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇത്രയേ ഉള്ളൂ നമുക്ക് ബോഡി പാർട്സ് കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. സ്ലീവിൽ നമ്മൾ ഒരു ഡിസൈനർ സ്ലീവാണ് വയ്ക്കുന്നത്, അത് പഫാണ് വയ്ക്കുന്നത് കേട്ടോ. പഫ് സ്ലീവാണ് വയ്ക്കുന്നത്. പഫ് സ്ലീവ് നമ്മൾ പല ടൈപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പല രീതിയിലുള്ള പഫ് സ്ലീവ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടുള്ളതാണ് നമ്മൾ പഫ് സ്ലീവ് ചെയ്തിട്ടുള്ള. ഒരുപാട് പേര് ലൈക്കും ഒരുപാട് എന്താ പറയുക വ്യൂസൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പഫ് സ്ലീവിൻ്റെ ഒരു വീഡിയോ. ഒരുപാട് തരത്തിലുള്ള സ്ലീവ്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ്സിൽ ഇതിനകത്ത് നമ്മൾ നോർമൽ സ്ലീവിൻ്റെ പാറ്റേണാണ് കട്ട് ചെയ്തത്, അത് വെച്ചിട്ടാണ് ഈ പഫ് സ്ലീവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ പറഞ്ഞുതരാം. ഇത് നമുക്ക് ക്യാൻവാസ് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നെക്ക് ഡിസൈൻ. അത് നമ്മൾ ഷോർട്സ് ആയിട്ട് നമ്മൾ വീഡിയോയിൽ ഷോർട്സ് കൊടുത്തിട്ടുണ്ട്, ഷോർട്സ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണ്ട നെക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഷോർട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിൽ ലാസ്റ്റിൽ ഒരു ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിനി നോർമൽ സ്ലീവ് എടുത്തിട്ട് നമുക്ക് പഫ് സ്ലീവ് ആക്കുന്ന ഒരു ഐഡിയ കാണിച്ചു തരാം. നമുക്കിതിൻ്റെ ഡിസൈൻ അനുസരിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ ലെങ്ത്തും നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് വേണ്ട ലെങ്ത്ത് നമുക്ക് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. നമ്മളിപ്പോൾ 4 ഇഞ്ചാണ് ലെങ്ത്ത് ഉദ്ദേശിക്കുന്നത്, 4 അല്ലെങ്കിൽ 4.5 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് ഉദ്ദേശിക്കുന്നത്. 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാൽ മതി കേട്ടോ. നമ്മൾ താഴെ ഭാഗത്തും നമ്മൾ പ്ലീറ്റ്സ് പിടിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മുകളിലൊരു 1/2 ഇഞ്ചസ്, താഴെ ഒരു 1/2 ഇഞ്ചസ്, അങ്ങനെ അത്രയാണ് നമുക്ക് വേണ്ടുന്ന ലെങ്ത്തിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട മെഷർമെൻറ്റ്സ് കേട്ടോ. ഇനി നമുക്കിവിടെ ഒരു 6 ഇഞ്ച് നമുക്ക് ഇവിടെ മുകളിൽ ഇപ്പോൾ സ്ലീവ് താഴത്തേക്ക് ഇതുപോലെ ഇറക്കി വയ്ക്കുക. നമുക്ക് എത്രത്തോളം പഫ് കൊടുക്കണം അത്രത്തോളം ദൂരം, നമുക്ക് 5 ഇഞ്ച് മതിയെങ്കിൽ അത്രത്തോളം ഒരു പഫൊക്കെ മതിയെങ്കിൽ 5 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. ഇത് വളരെയധികം കനം കുറഞ്ഞ പോലത്തെ ഒരു തുണി ആയതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ എടുക്കുക കേട്ടോ. പൊതുവെ 5 ഇഞ്ചൊക്കെ എടുത്താൽ നല്ല രീതിയിൽ പഫ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിത് കൂടുതൽ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് പോലത്തെ ഒരു തുണിയാണ്, വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ കുറച്ച് ഉള്ളിലോട്ട് കടത്തി വരുന്ന രീതിയിൽ അങ്ങനെ രീതിയിൽ നമ്മൾ പ്ലീറ്റ്സ് പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിക്കനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നമ്മൾ താഴത്തേക്ക് സ്ലീവ് ഇറക്കി വയ്ക്കുക. അതിന് ശേഷം മുകളിൽ നിന്ന് 2 സൈഡിലോട്ടും നമുക്ക് വേണ്ട ലെങ്ത്തിൻ്റെ ആ ഭാഗത്ത് എത്രത്തോളം ലെങ്ത്ത് വേണം, 4 ഇഞ്ചാണല്ലോ പറഞ്ഞു, പ്ലസ് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി, അപ്പോൾ നമുക്ക് 5.5. അപ്പോൾ 5.5 ഇഞ്ചിൽ നമ്മൾ അളവെടുത്തു. അത് അപ്പുറത്തിട്ട് 6 ഇഞ്ചാണ് നമ്മൾ പ്ലീറ്റ്സിൻ്റെ ഇറക്കെടുത്തത്. ആ പ്ലീറ്റ്സിൻ്റെ ഇറക്കമാണ് നമ്മൾ സ്ലീവ് താഴത്തേക്ക് ഇറക്കി വെച്ചേക്കുന്നത്. നടു ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് 6 ഇഞ്ചാണ് ഇറക്കി വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം വേണമെങ്കിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് വേണമെങ്കിൽ കയറ്റി അങ്ങനെ എടുക്കണമെങ്കിൽ ചെയ്യാം. അല്ല വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് വെറുതെ വരച്ചാലും മതി കേട്ടോ. പ്ലീറ്റ്സിൻ്റെ ഭാഗം കുറച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് കുറച്ച് ഔട്ടറിലേക്ക് കടന്നു വരുന്ന രീതിയിൽ വരയ്ക്കുന്നതാണ് കുറേ കൂടിയും ഭംഗി കേട്ടോ. പിന്നെ അത് മാത്രമല്ല പ്ലീറ്റ്സിൻ്റെ ഭാഗം ഔട്ടറിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ചെയ്യുക. പിന്നെ നമ്മൾക്ക് തയ്യൽ തുമ്പിൻ്റെ ഭാഗം നമ്മൾ മാറ്റിയിട്ട ശേഷം ഈ ഉൾസൈഡിലെ ഫ്രണ്ടിലോട്ട് വരുന്ന ഭാഗത്തേക്ക് കുറച്ച് ഉള്ളിലോട്ട് കർവ് ചെയ്ത് വരയ്ക്കുക കേട്ടോ. 2 ഭാഗത്തും ഒന്നിച്ചാണ് പഫ് സ്ലീവ് ആയതുകൊണ്ട് നമ്മൾ 2 സൈഡിലോട്ടും ഈക്വലൈസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് വേറെ ബാക്ക് വേറെ എന്ന രീതിയിൽ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഫ്രണ്ടിലോട്ട് നമ്മൾ ആ ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ടോപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ അങ്ങനെ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് അത് കിട്ടുകയും ചെയ്യുന്ന ഒരുപാട് അങ്ങോട്ട് താഴത്തേക്ക് ഇറക്കിയിട്ടില്ല ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് താഴത്തേക്ക് അങ്ങനെ കുഴിച്ചിറക്കി കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് ഭയങ്കര വ്യത്യാസം കാണിക്കും കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വ്യത്യാസം കാണിക്കും, നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാൻ ഇത്തിരി പ്രയാസം വരും. അതുകൊണ്ട് അധികമായിട്ട് പഫ് സ്ലീവ് വയ്ക്കുമ്പോൾ ഇങ്ങനെ കുഴിച്ച് വെട്ടാതിരിക്കുക നല്ലത്. ഓക്കെ, നമ്മളിവിടെ വരെ പഫ് ഇടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ പോയിൻറ്റ് നമ്മൾ മുകൾ ഭാഗത്തും അടയാളപ്പെടണം, അതുപോലെ താഴെ ഭാഗം കട്ട് ചെയ്ത ശേഷം താഴെ ഭാഗത്ത് അടയാളപ്പെടുത്തണം. താഴെ ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ചസാണ് കേട്ടോ തയ്യൽ തുമ്പ് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. താഴെ ഭാഗത്ത് നമ്മൾ 6 ഇഞ്ചിൻ്റെ ഭാഗം വരെ നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടത്. അതിന് ശേഷം നമ്മൾ ഒരു ക്ലോത്ത് വെച്ച് തയ്ച്ച് മറക്കുകയാണ് ചെയ്യുന്നത്. പൈപ്പിംഗ് ആണ്, നോർമൽ പൈപ്പിംഗ് എന്ന രീതിയിലാണ് ചെയ്യുന്നത്.
ഒരു താഴെ ഭാഗം ചെറിയൊരു പട്ട വെച്ച് തയ്ച്ച് മറക്കുക, അല്ലെങ്കിൽ പൈപ്പിംഗ് ഇടുക. ഒന്നിൽ പട്ട വെച്ച് തയ്ച്ച് മറക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഒരു 1/2 ഇഞ്ച് 1 പോയിൻ്റ് അല്ലെങ്കിൽ 1/4 ഇഞ്ചിന് മുകളിലേക്ക് നമ്മൾക്ക് താഴെ ഭാഗം പൈപ്പിംഗ് എടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ പട്ട വെച്ച് തയ്ച്ച് മറക്കാതിരിക്കുന്നതാണ് കുറേയും കൂടിയും ഭംഗി കേട്ടോ. പിന്നെ ഈ ഡിസൈൻ അനുസരിച്ച് വേണം അടുത്ത സ്ലീവും എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സി യു.